സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് നടത്തിയ ജയിൽ ചാട്ടം കേരളത്തിലെ ജയിലുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. 1.5 മാസത്തോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഈ ജയിൽ ചാട്ടം നടന്നതെന്നും സംസ്ഥാനം വിട്ടുപോകാനും ഇയാൾക്ക് പദ്ധതിയുണ്ടായിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും സുരക്ഷിതമായ ജയിലുകളിൽ ഒന്നിൽ നിന്ന് ഈ രക്ഷപ്പെടൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടിയെങ്കിലും ആ ജയിൽ ചാട്ടം ഉയർത്തുന്ന ചോദ്യങ്ങൾ അതീവ ഗുരുതരമായി തന്നെ കാണേണ്ടതുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കായ 10-ാം നമ്പർ ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെടുന്നത്. ഇയാൾ തൻ്റെ സെല്ലിൻ്റെ കമ്പികൾ മുറിച്ചതായും തുണികൾ കൂട്ടിക്കെട്ടി കയറുണ്ടാക്കി മതിൽ ചാടിയതായും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കിയാണ് ഇയാൾ മതിൽ ചാടിയത്. പിന്നീട് മതിലിന് മുകളിലുള്ള ഫെൻസിങ്ങിൽ തുണി തിരുകി അതേ തുണി ഉപയോഗിച്ച് ജയിലിൽ നിന്ന് താഴേക്കിറങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു കൈയില്ലാത്ത ഒരാൾക്ക് ഇത്രയും ഉയരമുള്ള മതിൽ ചാടാൻ സാധിച്ചത് എങ്ങനെയെന്നത് ദുരൂഹമാണ്. ഇയാൾക്ക് അകത്തു നിന്നോ പുറത്തു നിന്നോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമി താടി വളർത്തിയും ശരീരഭാരം കുറച്ചും രൂപമാറ്റം വരുത്താൻ ശ്രമിച്ചിരുന്നതായും ഇത് രക്ഷപ്പെടാനുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും വെളിപ്പെട്ടിട്ടുണ്ട്. ആഹാരം കഴിക്കുന്നത് കുറച്ചാണ് ഇയാൾ ശരീരഭാരം കുറച്ചത്. വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചോറ് കഴിക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു. പകരം ആഴ്ചകളായി ചപ്പാത്തി മാത്രമാണ് പ്രതി കഴിച്ചിരുന്നത്. വണ്ണം കുറച്ചത് വഴിയാണ് 2 കമ്പികൾ മുറിച്ചു മാറ്റിയ ചെറിയ വിടവിലൂടെ ഗോവിന്ദച്ചാമിക്ക് നുഴഞ്ഞു കയറി പുറത്തു കടക്കാൻ സാധിച്ചത്. ജയിൽ വസ്ത്രം ഒഴിവാക്കി കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇയാൾ പുറത്തിറങ്ങിയതെന്നതും ശ്രദ്ധേയമാണ്. പുലർച്ചെ 1:15 ജയിൽ ചാട്ടം നടന്നുവെങ്കിലും ജയിൽ അധികൃതർ ഇത് അറിയുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്നത് ആശങ്കയുളവാക്കുന്നു. ഇത് ജയിലുകളിലെ നിരീക്ഷണ സംവിധാനങ്ങളുടെയും ജീവനക്കാരുടെ ജാഗ്രതയുടെയും പോരായ്മകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ജയിലുകളിലെ CCTV നിരീക്ഷണം, രാത്രികാല പട്രോളിംഗ്, തടവുകാരുടെ സെല്ലുകളിലെ പരിശോധന എന്നിവയെല്ലാം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്നാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം വ്യക്തമാക്കുന്നത്. ഗോവിന്ദച്ചാമി മണിക്കൂറുകളോളം ജയിലിനുള്ളിൽ ആസൂത്രണം നടത്തുകയും കമ്പി മുറിക്കുകയും മതിൽ ചാടുകയും ചെയ്തിട്ടും ആരും അറിയാതെ പോയത് ചെറിയ വീഴ്ചയല്ല. ജയിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അലംഭാവവും അഴിമതിയും തടവുകാർക്ക് സഹായം ലഭിക്കാൻ വഴിയൊരുക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനങ്ങളും കുറ്റവാളികൾക്ക് ജയിലുകളിൽ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നു. ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ അന്വേഷണങ്ങളിൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. കാലഹരണപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളാണ് പല ജയിലുകളിലും ഉപയോഗിക്കുന്നത്. സെൻസർ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ, ഡ്രോൺ നിരീക്ഷണം, കൂടുതൽ ശക്തമായ മതിൽക്കെട്ടുകൾ, വൈദ്യുത വേലികൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ജയിലുകളിൽ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ജയിലുകൾക്കുള്ളിൽ മയക്കുമരുന്നും മൊബൈൽ ഫോണുകളും സുലഭമാണെന്ന ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നതാണ്. ഇത് തടവുകാർക്ക് പുറത്തുള്ളവരുമായി ബന്ധപ്പെടാനും കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ജയിൽ ചാട്ടങ്ങൾക്ക് പദ്ധതിയിടാനും സഹായകമാകുന്നു. ജയിലുകളിലെ സ്ഥലപരിമിതിയും തടവുകാരുടെ എണ്ണത്തിലുള്ള വർധനവും സുരക്ഷാ വെല്ലുവിളികൾക്ക് കാരണമാകുന്നുണ്ട് എന്നത് നേര് തന്നെ. ഓരോ തടവുകാരനെയും വ്യക്തിഗതമായി നിരീക്ഷിക്കുന്നതിൽ ഇത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഒരു പാഠമായി കണ്ട് കേരളത്തിലെ ജയിൽ സുരക്ഷാ സംവിധാനങ്ങൾ സമൂലമായി പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ജയിലുകളിലെയും സുരക്ഷാ സംവിധാനങ്ങൾ വിശദമായി വിലയിരുത്തി പോരായ്മകൾ കണ്ടെത്തുകയും അവ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും വേണം. CCTV സംവിധാനങ്ങൾ, സെൻസറുകൾ, ഡ്രോണുകൾ, ബയോമെട്രിക് സിസ്റ്റങ്ങൾ തുടങ്ങിയ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ജയിലുകളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. ജയിൽ ജീവനക്കാർക്ക് ആധുനിക സുരക്ഷാ രീതികളെക്കുറിച്ചും തടവുകാരെ നിരീക്ഷിക്കുന്നതിനെക്കുറിച്ചും കർശനമായ പരിശീലനം നൽകണം. ജീവനക്കാരുടെ അഴിമതിയും അലംഭാവവും തടയാൻ കർശന നടപടികളും അത്യാവശ്യമാണ്.
രാത്രികാല പട്രോളിങ്ങും തടവുകാരുടെ സെല്ലുകളിലെ പരിശോധനയും കൂടുതൽ കാര്യക്ഷമമാക്കണം. കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ പരിശോധനകൾ നടത്തണം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ കേരളത്തിലെ ജയിൽ സുരക്ഷാ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണുകയാണ് വേണ്ടത്. പൊതുസമൂഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കാര്യക്ഷമവും കുറ്റമറ്റതുമായ ജയിൽ സുരക്ഷാ സംവിധാനങ്ങൾ അനിവാര്യമാണെന്ന് പറയാതെ വയ്യ. waytonikah.com, the exclusive Muslim matrimonial site.